കെ രമയ്ക്കെതിരായ എം മണിയുടെ പരാമർശം ഇന്നും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കും. എം മണി മാപ്പ് പറയണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. ഇന്നലെ ഈ ആവശ്യമുയർത്തിയുള്ള പ്രതിഷേധത്തിൽ സഭ സ്തംഭിച്ചിരുന്നു. ആ മഹതി വിധവയായത് അവരുടെ വിധിയെന്നായിരുന്നു എം മണിയുടെ പരാമർശം. ഇവിടെ ഒരു മഹതി ഇപ്പം പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ. ഞാൻ പറയാം, ആ മഹതിക്ക് അവർക്ക് അവർ ഒരു വിധവയായിപ്പോയി, അവരുടേതായ വിധി. അതിന് ഞങ്ങളാരും ഉത്തരവാദികളല്ല. എസ് ശരൺ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ശരൺ, ഇന്നലെ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയുള്ള വലിയ പ്രതിഷേധം, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ വലിയ പ്രതിഷേധം, എം മണി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇന്നും അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതുവരെ സഭാ നടപടികൾ പ്രക്ഷുബ്ധമാവുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നാണോ സൂചന? അപർണ, അതായത് ഇന്നലെ വൈകിട്ട് ഈ പോലീസും ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ധനാഭ്യർത്ഥന ചർച്ചയാണ് നിയമസഭയിൽ നടന്നത്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെയും പോലീസിനെയും രൂക്ഷമായി വിമർശിച്ച് കെ രമ രംഗത്തെത്തിയിരുന്നത്. പ്രധാനമായും അവർ പറഞ്ഞത് സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യമാണ്. ഇതിന് പിന്നാലെയാണ് കെ രമയ്ക്കെതിരായിട്ടുള്ള വിവാദ പരാമർശം എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എം മണിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പരാമർശം ഉണ്ടായപ്പോൾ തന്നെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പ്രധാനമായും പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധം എടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് സഭ 10 മിനിറ്റോളം തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് സഭ പുനരാരംഭിച്ചപ്പോൾ തന്നെ വീണ്ടും പ്രതിപക്ഷം വലിയ പ്രതിഷേധം എടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി എം മണിയെ ന്യായീകരിക്കുന്ന നിലയിലാണ് പ്രസംഗിച്ചിരുന്നത്. ഇതോടൊപ്പം തന്നെ എം മണിയുടെ പരാമർശം സംബന്ധിച്ച് പരിശോധിക്കാമെന്നുള്ള നിലപാട് മാത്രമാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നത്. ഇതിനെതിരെയാണ് പ്രതിപക്ഷം തുടർന്നും ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ധനാഭ്യർത്ഥന ചർച്ച പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഇന്ന് രാവിലെ, അതായത് ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായി അല്പസമയത്തിനകം തന്നെ UDF-ന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. ഈ കക്ഷി യോഗത്തിൽ എന്തായിരിക്കണം തന്ത്രം, ഇന്ന് നിയമസഭയിൽ എന്തായിരിക്കണം പുറത്തെടുക്കേണ്ട തന്ത്രം എന്നുള്ള കാര്യങ്ങളടക്കം ഇന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷം ഇതുവരെയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതായത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെയുള്ള ശക്തമായ പ്രതിഷേധമായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും എം മണി ഈ വിഷയത്തിൽ മാപ്പ് പറയുന്നത് വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ശരൺ, ഈ വിഷയത്തിനകത്ത് എം മണിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം, പിന്നീട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യായീകരണം എല്ലാം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോയാലും അത് ഏത് രീതിയിൽ നേരിടണമെന്നാണ് ഭരണപക്ഷം കരുതുന്നത്? ഭരണപക്ഷം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ അത്തരത്തിൽ കെ രമയ്ക്കെതിരെ വിവാദ പരാമർശം എം മണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനു ശേഷം ഇതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതായത് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് ഇടയിൽ ഈ എം മണിയുടെ പരാമർശത്തെ തുടർന്ന് പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതിനെ തുടർന്ന് സഭ നിർത്തിവെക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് സഭ പുനരാരംഭിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും എം മണി ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത്തരത്തിൽ താൻ മാപ്പ് പറയില്ല, താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള നിലപാട് എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തുടർന്നാണ് എം മണിയെ ന്യായീകരിക്കുന്നത്, എം മണി പറഞ്ഞതിനെ ന്യായീകരിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയും എടുത്തിരുന്നത്. ഏതായാലും ഇത്തരത്തിൽ അവർ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, അതിൽ നിന്ന് എം മണി മാപ്പ് പറയേണ്ടതില്ല എന്നുള്ളതാണ് ഭരണപക്ഷത്തെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എം മണി മാപ്പ് പറയുന്നത് വരെ വലിയ പ്രതിഷേധമായി, ഒരുപക്ഷെ സഭയെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിയന്തര പ്രമേയത്തിന് സാധാരണഗതിയിൽ ഇതിനകം തന്നെ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് അല്ലെങ്കിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരുന്ന വിഷയം അതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിലയിലേക്ക് എത്തേണ്ട ഒരു സമയമാണ്. പക്ഷേ അത്തരത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പോലും പ്രതിപക്ഷം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അടിയന്തര പ്രമേയ നോട്ടീസ് പോലും നൽകാതെ ചോദ്യോത്തര വേളയിൽ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എസ് ശരനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നും നിയമസഭാ നടപടികൾ സ്തംഭിക്കാനുള്ള സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു.